ചാൾസ് വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈവേകളിലെ ട്രാഫിക്ക് മാത്രമല്ല, നാട്ടിൻപുറത്തെ ട്രാഫിക്കും നാട്ടിൻപുറത്തെ പാർക്കിങ്ങും ഹൈവേയിലെ പാർക്കിങ്ങും എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, നമ്മുടെ നാട്ടിലെ വാഹനങ്ങൾ നിർത്തുമ്പോൾ വളരെ അലക്ഷ്യമായിട്ട് ചെല്ലുന്ന പടി അങ്ങ് നിർത്തിയേക്കാണ്. ആ വീല് നേരെയാക്കി നമ്മുടെ മഡ്ഗാർഡിന് ഉള്ളിൽ വരുന്ന രീതിയിൽ നിർത്തിയില്ലെങ്കിൽ വീല് പുറത്തോട്ട് നിൽക്കുമ്പോൾ നമ്മളൊരു സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനത്തെ മറ്റൊരു വാഹനത്തിന് കടന്നു പോകണമെങ്കിൽ തന്നെ ഒരല്പം അകലം പാലിക്കേണ്ടതുണ്ട്. ഈ വീല് നിൽക്കുന്നത് കാണുന്നവർ വീണ്ടും കുറച്ചുകൂടെ മാറ്റി റോങ് സൈഡിലേക്ക് മാറ്റി വേണം വാഹനം ഓടിക്കാനായിട്ട്. റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇനി അത് കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ ആ വീലെ തട്ടിയിട്ട് തെറിച്ചു പോയി അപകടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. മറ്റ് വെളിമ്പ്രദേശങ്ങളിലാണെങ്കിലും വാഹനം നിർത്തുമ്പോൾ വീല് നേരെയാക്കി നിർത്തുക എന്നുള്ളത് അതിൻ്റെ ഒരു നിയമമാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, വിജനമായ പ്രദേശങ്ങളിലും റോഡ് സൈഡിലും ഒരു പോലീസ് വണ്ടി നിർത്തിയിരിക്കുന്നത് ഈ വീല് കറക്റ്റ് വാഹനത്തിൻ്റെ ബോഡിക്കുള്ളിൽ വരുന്ന രീതിയിലല്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് വാഹനം ഓടിക്കാൻ പഠിച്ച് പുറത്തിറങ്ങുന്ന ഒരു ഡ്രൈവർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇവിടെ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ഇതറിയാമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ പഠിച്ചിറങ്ങുന്നവരും അറിയാൻ സാധ്യതയില്ല. കണ്ട് മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഇത്തരം വീഡിയോകൾ മനസ്സിലാക്കിയിട്ടോ വാഹനം റോഡിൽ നിർത്തി പോകുമ്പോൾ വീല് സ്റ്റഡിയാക്കി നിർത്തി പോകാൻ ആൾക്കാർ പഠിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇങ്ങനെ ഗ്രൗണ്ടുകളിലും പാർക്കിംഗ് പ്ലേസിലും ഒക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ വീൽ ഒടിഞ്ഞു നിന്നാൽ എന്താണ് പ്രശ്നമെന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷേ അതിൻ്റെ ഒരു നിയമം അങ്ങനെയാണ്, നമ്മൾ വാഹനം നിർത്തുമ്പോൾ കറക്റ്റായിട്ട് നിർത്തി പഠിക്കുക. അപ്പോഴാണ് നമുക്ക് പൊതുനിരത്തുകളിലൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ ആ നിയമം പാലിച്ച് പോകാൻ പറ്റുള്ളൂ. അത് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു.